നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് മാറ്ററാണ്. അതായത് നമ്മൾ തമ്പനയിൽ കാണുന്നത് ഒരു കോറിയുടെ ചിത്രമാണ്. അപ്പോൾ കോറിയുടെ ചിത്രം ആരും കണ്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ, കാര്യത്തിലേക്ക് കടക്കും മുമ്പ്, ഈ കോറി എന്ന് പറയുന്നത് സ്വർണം കുഴിച്ചെടുക്കുന്ന കോറിയാണ്. നമ്മൾക്ക് നോക്കുമ്പോൾ കാണുന്നത് കരിങ്കല്ലൊക്കെ പൊടിച്ച് കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു കോറിയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ സത്യത്തിൽ ഇത് ആഫ്രിക്കയിലും മറ്റും സ്വർണം കുഴിച്ചെടുക്കുന്ന കോറിയാണത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നു. ആഫ്രിക്കയിൽ ഇപ്പോൾ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള സ്വർണത്തിൻ്റെ ഖനനമാണ്. അതായത് ആഫ്രിക്കയിലുള്ള തൊഴിലില്ലാത്ത ജനങ്ങൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് മണ്ണിൽ മെർക്കുറി ചേർത്തുകൊണ്ട് ആ മണ്ണിനെ പ്രോസസ്സിങ് ചെയ്യുന്നു. തുടർന്ന് അത് ചൂടാക്കിയിട്ട് അതിൽ നിന്ന് മെർക്കുറി വേർതിരിച്ചെടുക്കുകയും തുടർന്ന് സ്വർണത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നു. ഇങ്ങനെ സ്വർണത്തെ വേർതിരിച്ചെടുക്കുമ്പോൾ 1.12 മില്യൺ സ്വർണം ഇവർ കുഴിച്ചെടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതാകട്ടെ ഇല്ലീഗലായിട്ടുള്ള പ്രോസസ്സിങ്. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ മണ്ണിൽ ചേർക്കുന്ന മെർക്കുറി, അതുപോലെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഇതിൽ നിന്ന് വേർതിരിഞ്ഞ മെർക്കുറി, ഇതെല്ലാം തന്നെ ചേർന്നിട്ട് ആഫ്രിക്കയിലെ ജലാശയങ്ങളിൽ ചെന്ന് പതിക്കുന്നുണ്ടത്രേ. അവിടുന്ന് ആ ജലാശയം പിന്നെ ആ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് പാരിസ്ഥിതിക മലിനീകരണങ്ങൾ വരുത്തിവെക്കുന്നു എന്നതിനെപ്പറ്റി ആഫ്രിക്കൻ ഗവൺമെൻറ് പരാതി പറയുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് ഇങ്ങനെ പരാതി പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആഫ്രിക്കൻ ഗവൺമെൻറ്റിനില്ല എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ ഇങ്ങനെ സ്വർണം കുഴിച്ചെടുക്കുന്നില്ലെങ്കിൽ അവർ പട്ടിണി കിടന്ന് ചാകും എന്നർത്ഥം. ഇവിടെ അവർ മല തുരന്നിട്ട് സ്വർണമുണ്ടോ എന്ന് നോക്കുന്ന ചിത്രമാണ് നമ്മൾ മുഖചിത്രത്തിൽ കാണുന്നത്. എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ചിത്രങ്ങളൊന്നും എടുത്ത് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാനുള്ള കഴിവോ കപ്പാസിറ്റി ഇല്ലാത്തത് കാരണം ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. ആഫ്രിക്കയിലാണ് ഇങ്ങനെ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നതായിട്ട് മെർക്കുറി ആകുന്നു. ഈ മെർക്കുറി അവിടുത്തെ മണ്ണിൽ ചേർക്കുമ്പോൾ മെർക്കുറിയും അവിടുത്തെ മണ്ണും കൂടി അമാൽഗം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന് തയ്യാറാക്കുന്നു. ഈ പ്രൊഡക്റ്റാണ് പിന്നീട് ഉരുക്കുമ്പോൾ അതിൽ നിന്ന് മെർക്കുറി വേർതിരിയുകയും സ്വർണം ഉരുത്തിരിയുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്വർണം ഉരുത്തിരിച്ചെടുക്കുന്നത് എന്ന ഒരു വിജ്ഞാനം നിങ്ങൾക്ക് കിട്ടാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് എവിടെയാണെന്ന് പരിശോധിക്കാം. ഇതിൻ്റെ മാർക്കറ്റ് ഇവർ നടത്തുന്നത് പ്രധാനമായിട്ടും ദുബൈ അതുപോലുള്ള വിദേശ രാജ്യങ്ങളിലാണ്. ഈ വിദേശ രാജ്യങ്ങളിൽ ഇവർ വിൽക്കുന്ന സ്വർണമാണ് അവിടെ നിന്ന് ധാരാളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ആകുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചിരിക്കുന്നത് ദുബൈയിലാണ് ഈ സ്വർണം മുഴുവൻ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റാണെന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ ലാഭം കൊയ്യുന്നത് വലിയ വലിയ വിദേശ രാജ്യങ്ങളും അതുപോലെ തന്നെ കപ്പാസിറ്റിയുള്ള രാജ്യങ്ങളുമാണെങ്കിൽ ഇതുപോലെ തീരെ കപ്പാസിറ്റി ഇല്ലാത്ത രാജ്യങ്ങൾക്കാണ് ഈ അപകടങ്ങൾ മുഴുവൻ വന്നു ചേരുന്നത് എന്നർത്ഥം. ഇപ്പോൾ ആഫ്രിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു ഡെവലപ്പും ഇതുവരെ ആയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാനോ
പാരിസ്ഥിതിക മലിനീകരണത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള കപ്പാസിറ്റി എന്തായാലും ആഫ്രിക്കൻ ഗവൺമെൻറ്റിനില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഗൾഫിൽ ധാരാളം സ്വർണ്ണമുണ്ട്. അത് മുഴുവൻ എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വാരിയെടുക്കുകയാണെന്നാണ് ജനങ്ങളുടെ വിചാരം. സത്യത്തിൽ അതല്ല. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വിദേശ മാർക്കറ്റ് എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസാണ്. അവിടേക്കാണ് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അവിടുന്നാണ് ധാരാളം സ്വർണ്ണം ഇന്ത്യയിലേക്കൊക്കെ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണം ലോകം വ്യാപകമായിട്ട് സെയിൽ ചെയ്തിരുന്നു. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് തീരെ കപ്പാസിറ്റി ഇല്ലാത്ത കാരണം ബ്രിട്ടീഷ് മറ്റേ സ്വർണ്ണ ഖനന കമ്പനിയെ നെഹ്റു ആണ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് കർണാടകത്തിൽ നിന്നും മറ്റും സ്വർണം അരിച്ചെടുക്കുകയും കുഴിച്ചെടുക്കുകയും എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്നോ അത്തരത്തിലൊക്കെ കുഴിയും കുഴിമാടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓരോരോ വീഡിയോയിലും നിങ്ങൾക്ക് ഇത്തരം വിജ്ഞാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മക്കൾക്കും ഒക്കെ മനസ്സിലാക്കാവുന്നതാണ്, പറഞ്ഞു കൊടുക്കാവുന്നതാണ്, ഒക്കെയാണ്. അതിലെ ചിത്രങ്ങൾ, മുഖചിത്രത്തിലെ ചിത്രങ്ങൾ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ ധാരാളം JCBകളോ ലോറികളോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മാന്തിയിട്ട് കൊണ്ടുവരുന്ന ഒരു ലോറി മണ്ണിൽ നിന്ന് എത്രമാത്രം സ്വർണം എടുക്കാൻ പറ്റുമോ അത്രമാത്രം എടുക്കുകയും മണ്ണ് ഉപേക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമാക്കാനുള്ളത്, ദാനം കൊണ്ടും ധർമ്മം കൊണ്ടും ലോകത്ത് യാതൊരു നാശനഷ്ടവും സംഭവിക്കുന്നില്ല. മറിച്ച് പൈസയുടെ റൊട്ടേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ പ്രകൃതിക്ക് വൻ നാശമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. നമ്മൾ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ പ്രകൃതിക്ക് നാശം സംഭവിക്കില്ല. ഇവിടെ അങ്ങനെയല്ല. മറിച്ച് ജീവിക്കാനുള്ള ഈ ഉപാധി കണ്ടെത്തുമ്പോൾ നാട് തന്നെ നശിച്ചു പോവുകയാണ്. ലോകം തന്നെ മറ്റൊരു അപകടകരമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവർ നമ്മുടെ രാജ്യം വിട്ടുപോയെങ്കിലും നമുക്ക് പിന്നീട് ഒരു റൊട്ടേഷൻ ഉണ്ടായില്ല. അതായത് ബ്രിട്ടീഷ് ഇവിടെ ഭരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അവരുടെ പൈസ കൊണ്ട് തന്നെയാണ്. പിന്നെ അവർ പോയപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒരു റൊട്ടേഷൻ ഉണ്ടായില്ല. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടി, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടി, ഇങ്ങനെ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ മൂല്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നെഹ്റു ബ്രിട്ടീഷുകാരെ തന്നെ വിളിച്ചിട്ട് എന്താ പറയുക, കോലാപ്പൂര എന്തോ ഒരു സ്ഥലമാണല്ലോ കർണാടകയിലുള്ളത്. ഞാനത് മറന്നുപോയത് കുറച്ച് ആലോചിക്കാം. കാരണം എന്തായാലും ശരി, അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും അവർ ഇതിന് മൈനിങ്ങിന് നല്ല വിദ്യാഭ്യാസമുള്ള, അതായത് മൈനിങ്ങും ഒരു വിദ്യാഭ്യാസം തന്നെയാണ്. കാരണം അത് മൈന് ചെയ്യാന്ന് പറഞ്ഞാലും മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഒരു കിണർ ഒഴിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ഭൂമിയുടെ അഗാധ തലങ്ങളിൽ തേടി പോകുമ്പോൾ തന്നെ സ്വർണം, അതുപോലെ വെള്ളി, അതൊന്നും കൂടാതെ തന്നെ വൈരം, മുത്ത്, പേള്, ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ നിന്ന് കുഴിച്ചെടുത്തിരുന്നു എന്ന് സാർ. ഇതിൽ നിന്ന് കുഴിച്ചെടുത്തിരുന്ന മൂല്യമുള്ള രത്നക്കല്ലുകൾ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തും അവിടെ നിന്ന് കുഴിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഈ സുപ്രധാനമായ ഈ വരവ് വന്നതും മുഗളന്മാരുമായി ഏറ്റുമുട്ടിയിട്ട് അവരൊക്കെ തോൽപ്പിച്ച് തുന്നം പാടിയിട്ട് മയൂര സിംഹാസനം വരെ എടുത്തുകൊണ്ട് പോയതൊക്കെ. അതിനൊക്കെ പറ്റിയിട്ടും ആ മയൂര സിംഹാസനത്തിനെ പറ്റിയിട്ടുമൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും കാണാം എന്താണ് മയൂര സിംഹാസനം. ഇതുവരെ നമ്മൾ കാണാത്ത
ആ അമൂല്യമായ സിംഹാസനം ഏത് സൈസുള്ളതാണ് എന്നൊക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മയിലിൻ്റെ ചിറകിനോളം വലിപ്പത്തിൽ ഓരോ രത്നക്കല്ലുകൾ പിടിപ്പിച്ചിട്ടും വൈരക്കല്ലുകൾ, മുത്തുകൾ, പവിഴങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള എത്രയാണ് അതിൻ്റെ മൂല്യം കണക്കാക്കാൻ പറ്റാത്ത ആ ഒരു സിംഹാസനം എടുത്തുകൊണ്ട് പോയത് ബ്രിട്ടീഷുകാരാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ആഫ്രിക്കയിലത്തെ സംഭവവികാസങ്ങളെ പറ്റിയാണ്. ആഫ്രിക്കയിലാണ് ഇത്തരത്തിൽ പിന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വർണം ഉണ്ടോ എന്ന് പിന്നെ ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളൊരു തൊഴിൽ അവർക്കില്ല. ലോകത്ത് സ്വർണത്തെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് സൈസിൽ തൊഴിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ തൊഴിൽ കിട്ടുമ്പോൾ തന്നെ പ്രകൃതിക്ക് അതിൻ്റേതായ നാശനഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം തീരെ അലിയാത്ത ഒരു വസ്തുവാണ്. സ്വർണം പിന്നെ ഇരുമ്പ് പോലെയല്ല, വെള്ളി പോലെയല്ല, ചെമ്പ് പോലെയല്ല, മറ്റുള്ള വസ്തുക്കളൊന്നും പോലെയല്ല. സ്വർണത്തിൻ്റേതായ ഒരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പ്രകൃതിയുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കാത്ത ഒരു ലോഹമാണ്. അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നതായിരിക്കും, പക്ഷേ സ്വർണത്തിന് മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും യാതൊരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ എപ്പോഴും മഞ്ഞളിൻ്റെ നിറമായിരിക്കും. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നത്. മെർക്കുറി എന്ന സാധനം ഈ മണ്ണിൽ തട്ടുമ്പോൾ സ്വർണം എന്നത് വെറും തരികളായിട്ടിരിക്കുന്ന കറുത്ത രൂപത്തിലുള്ളതാണെങ്കിൽ മെർക്കുറി തട്ടുമ്പോൾ അത് മഞ്ഞ നിറമായി മാറാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ആ ടെക്നോളജി ഉപയോഗിച്ചാണ് പിന്നെ ആഫ്രിക്കയിലുള്ള പിന്നെ അശാസ്ത്രീയമായ മൈനിങ്, അതായത് ഇല്ലീഗൽ മൈനിങ് നടക്കുന്നത്. ഈ ഇല്ലീഗൽ മൈനിങ്ങിലാണ് പിന്നെ മെർക്കുറി അധികമായും ആളുകൾ ചെലവഴിക്കുന്നതും അതിന് ശേഷം ആ മണ്ണ് ശേഖരിക്കുന്നതും അത് പ്രോസസ്സിങ് ചെയ്യുമ്പോൾ അമാൽഗം കിട്ടുന്നതും അത് ഉരുക്കിയ ശേഷം അതിൽ നിന്ന് പിന്നെ മെർക്കുറി വേർതിരിച്ചിരിക്കുമ്പോൾ സ്വർണം ലഭിക്കുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ചളിയും വെള്ളവും എല്ലാം പോയിട്ട് ജലാശയങ്ങളിൽ അടിയുകയും അത് തന്നെ ജനങ്ങളും അതുപോലെ മറ്റു ജീവികളൊക്കെ കുടിക്കാൻ വരികയും ചെയ്യുന്നു എന്നുള്ളൊരു കഷ്ടകാലത്തെ പറ്റിയുള്ള വീഡിയോ ഇംഗ്ലീഷിലും അതുപോലുള്ള മറ്റുള്ള മാധ്യമങ്ങളിലും ഒക്കെ നമുക്ക് റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് സ്വർണം എന്നത് വേർതിരിച്ച് കിട്ടുന്നത് എന്ന്. സ്വർണത്തിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില നക്ഷത്രങ്ങളിൽ നിന്നും സ്വർണ്ണങ്ങൾ ഭൂമിയിൽ വീഴാറുണ്ട്. അതിനൊക്കെ പറ്റി നമുക്ക് വീഡിയോ വീണ്ടും ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കൂ. അതുവരെ നന്ദി, നമസ്കാരം.